നോക്കാം. ഇതിൻ്റെ അൺബോക്സിങ് എന്തായാലും ഉണ്ടാവില്ല ഇല്ലടിയ, ഇത് ഓൾറെഡി എല്ലാം അറിഞ്ഞതല്ലേ. ഓക്കെ, കുട്ടി എന്തോ ഒരു വ്ളോഗ് കണ്ടിട്ട് അവിടുന്ന് എന്തോ സാധനം വേണമെന്ന് പറഞ്ഞിട്ട് വന്ന്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടല്ലോ, ഒരു 10 പേരെങ്കിൽ 10 പേര്, നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള എല്ലാം കിട്ടിയിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലേ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ആഗ്രഹിച്ച എല്ലാം ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഇന്നേ വരെ എൻ്റെ അമ്മ ഇടയ്ക്കും പറയാറുണ്ട്, നീ ഇന്നേ വരെ ഒരു സാധനത്തിന് പോലും നീ പിടിവാശി പറയുകയോ അല്ലെങ്കിൽ നിർബന്ധപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലെന്ന് അമ്മ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്. ഞാൻ പണ്ട് മുതലേ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കും, ഇന്നതൊക്കെ വാങ്ങി തന്നില്ലെങ്കിൽ ഞാനൊരു സങ്കടത്തിൽ നിൽക്കും, പക്ഷെ നീ പിടിവാശി കാണിക്കുകയൊന്നും ചെയ്യാറില്ല എന്ന് അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഞാൻ പണ്ട് എങ്ങനെയാ, ഞാൻ ആഗ്രഹിക്കാറുണ്ട് ഒരുപാട് സാധനങ്ങൾ. ഇപ്പം തന്നെ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ഞാൻ മേടിക്കും, ഇല്ലെങ്കിൽ അങ്ങ് വിടും. ഇപ്പം എനിക്ക് പഴയതുപോലത്തെ ആഗ്രഹമൊന്നുമില്ല. പണ്ട് കുട്ടിക്കാലത്തൊക്കെ ഇഷ്ടംപോലെ ചോക്ലേറ്റ് കഴിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും കളിപ്പാട്ടങ്ങൾ മേടിക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ ഇന്ന് ഇപ്പോൾ പള്ളി പരിപാടിയൊക്കെ വരുമ്പോൾ നമ്മുടെ പറമ്പിലൊക്കെ മീൻസ് അവിടെ പെരുന്നാളിന് പള്ളിയിൽ അമ്പലത്തിലൊക്കെ പരിപാടി വരുന്ന സമയത്ത് കളിപ്പാട്ടം കൊണ്ടിട്ട് വിൽക്കുമ്പോൾ നോക്കാറ് പോലുമില്ല. ജസ്റ്റ് ചിലപ്പോൾ ഇങ്ങനെ ചുമ്മാ നോക്കിയെങ്കിൽ പോകും. ആഗ്രഹങ്ങളില്ല. അതൊരു കുട്ടിക്കാല സമയം, നമ്മൾ പഠിക്കുന്ന കാലഘട്ടം, ആ ഒരു സ്കൂൾ ജീവിതം, അതും ഒരു 5, 6, 7, 8 ആ ഒരു ലെവലിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ കളിപ്പാട്ടം കാര്യങ്ങളൊക്കെ ഒരുപാട് ആഗ്രഹിക്കും. അപ്പം കിട്ടി. പിന്നെ കുറേ കാലം കഴിഞ്ഞ് ഇപ്പം എനിക്ക് കുറേ കളിപ്പാട്ടം നൂത്ത് വെച്ച് തന്നു കഴിഞ്ഞാൽ എനിക്ക് വേണ്ട, എനിക്ക് ഇഷ്ടവുമില്ല. എന്നാൽ അന്ന് അത് വാങ്ങാനുള്ള പൈസ എൻ്റെ ഇല്ല, ഇന്ന് അത് വാങ്ങാനുള്ള പൈസ എൻ്റെ ഉണ്ട്, പക്ഷേ ആഗ്രഹം ഇല്ല. അതാത് സാധനങ്ങൾ കിട്ടേണ്ട സമയത്ത് കിട്ടണം എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. നമ്മുടെ മക്കൾക്ക് നമ്മൾ അവരാഗ്രഹിക്കുന്ന കുറച്ച് കളിപ്പാട്ടോ കാര്യങ്ങളൊക്കെ വാങ്ങി കൊടുക്കണം കേട്ടോ. എൻ്റെ ഒരു അഡ്വൈസാണ്. കാരണം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള എല്ലാം ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ അമ്മയുടെ അടുത്ത് ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിത്തരും. കാരണം അങ്ങനെ പിടിവാശി കാണിക്കാറില്ല, അമ്മ വാങ്ങിത്തരും. നിനക്ക് പറ്റൂല അങ്ങനെയൊന്നും പറയാറില്ല, വാങ്ങിത്തരും. എന്നാലും ഞാൻ ഒരുപാടൊന്നും ചോദിക്കാറുമില്ല. അത് അമ്മ ഇടയ്ക്കിടയ്ക്കൊക്കെ പറയാറുണ്ട്, നീ അങ്ങനെ ഒരുപാടൊന്നും ചോദിക്കാറൊന്നുമില്ല, എന്തെങ്കിലും ഏറ്റവും ചെറിയ എന്തെങ്കിലും വണ്ടിയോ എന്തെങ്കിലുമൊക്കെ ചോദിക്കത്തുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. അതങ്ങനെ ആയിരുന്നു, ഞാൻ കുട്ടിക്കാലം മുതൽ അങ്ങനെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളെ മക്കൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹത്തോടെ ചോദിച്ചു കഴിഞ്ഞാൽ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ നമ്മൾ വാങ്ങിക്കൊടുക്കുക. പിന്നെ പിടിവാശി കാണിച്ച് കരഞ്ഞ് മെഴി കിടക്കുന്ന മക്കളാണെങ്കിൽ വാങ്ങിക്കൊടുക്കരുത്. ഈ എന്തെങ്കിലും വാങ്ങിത്തരാൻ വേണ്ടിയിട്ട് തിന്നാതിരിക്കുക, സ്കൂളിൽ പോകാതിരിക്കുക, ആരുടെ മിണ്ടാതിരിക്കുക, ഇങ്ങനെയൊക്കെ സ്വഭാവം കാണിച്ചു കഴിഞ്ഞാൽ ഒരു സാധനം വാങ്ങിക്കൊടുക്കരുത്. ഞാൻ ഉള്ള കാര്യം പറയാം, ഒരു സാധനം വാങ്ങിക്കൊടുക്കരുത്. അങ്ങനെ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അവരാഗ്രഹിക്കുന്ന സാധനങ്ങൾക്ക് ഇതേപോലത്തെ രീതി അവർ വീണ്ടും സ്വീകരിക്കും. അതായത് ആരടുത്തും മിണ്ടാതിരിക്കും, കഴിക്കാതിരിക്കും, സ്കൂളിൽ പോകാതിരിക്കും, ഇങ്ങനത്തെ പല ട്രാക്കുകളും അവർ സ്വീകരിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ മക്കളെ ഒന്ന് തല്ലിക്കഴിഞ്ഞാൽ അവർ പോയി തൂങ്ങുന്ന അവസ്ഥയാണ്. എൻ്റെ നാട്ടിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു അധ്യാപകൻ്റെ മകൻ ഇതുപോലെ ഈ പറയുന്ന പോലെ മകനെ എന്തോ വഴക്കെന്തോ പറഞ്ഞു. അദ്ദേഹം ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടോ ഇരിക്കുന്ന സമയത്ത് അവൻ അതുവഴി കയറിപ്പോയി അവൻ എന്തോ വഴക്ക് പറഞ്ഞു. അങ്ങനെ വഴക്ക് പറഞ്ഞതിനെ തുടർന്ന് അവൻ കയറി തൂങ്ങിയ ചരിത്രമുണ്ട്. അപ്പം അങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ടാവാറുണ്ട്. മക്കളെ നമ്മൾ ലാളിച്ചും കൊഞ്ചിച്ചും വളർത്തി അവർ പിടിവാശി പിടിക്കുന്ന എല്ലാം വാങ്ങിക്കൊടുത്ത് വളർത്താതിരിക്കുക. ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത്. നമ്മൾ ഓക്കെ കളിപ്പാട്ട കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുക, അല്ലാതെ അവരെ പിടിവാശിക്കൊത്ത് നമ്മൾ മാതാപിതാക്കൾ മാറിക്കഴിഞ്ഞാൽ നാളെ അതൊക്കെ തല തെറിച്ചു പോകുന്നേ ഞാൻ പറയത്തുള്ളൂ. തോലി ഉള്ള കാര്യം, അവർ എല്ലാ കാര്യങ്ങൾക്കും പിന്നെ ഇതേ വാശിയും കാര്യങ്ങളൊക്കെ കാണിച്ച് കൂട്ടി പിന്നെ അവസാനം കുറച്ചുകൂടി ഏജാകുമ്പോൾ നമ്മൾ പറയുന്നതൊന്നും ഒരു തരത്തിലും കേൾക്കാത്ത രീതിയിൽ അത്രയും മ്ലേച്ഛമായിട്ട് മക്കൾ മാറുമെന്നുള്ളത് വാസ്തവമാണ്. ഓക്കെ, ഞാനിവിടെ ഒരു യൂട്യൂബ് ചാനൽ കൊടുക്കാം. 4.65 M, അതായത് 40,65,00,000 സബ്സ്ക്രൈബറുള്ള ഒരു ചാനലാണ്. 4.65 മില്യൺ വ്യൂസ് മീൻസ് സബ്സ്ക്രൈബറുള്ള ചാനലാണ്. ചാനലിൻ്റെ പേര് ടിയ ആൻഡ് അഡ്വിക് ചന്തംകുളം നിമിഷ വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ടാണ് ചാനലിൻ്റെ പേര്. ഓക്കെ, ഈ ചാനലാണ് ഇപ്പോൾ കുറച്ച് വിഷയമായിട്ട് ചർച്ചയാകുന്നത്. അതായത് അവർ മക്കളെ ഒരുപാട് അങ്ങോട്ട് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കൊടുത്ത് വളർത്തുന്നു. പിന്നെ നമ്മുടെ കൊച്ചിൽ നമുക്ക് ഒരുപാട് ആഗ്രഹമായിരിക്കും ചോക്ലേറ്റ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ് കാര്യങ്ങളൊക്കെ. ഒരു പരിധി വിട്ട് വാങ്ങിക്കൊടുക്കാതെയും കൂടി ഇരിക്കുക. മക്കൾക്ക് അത് ഇഷ്ടമാണ്, നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടെന്ന് വെച്ച് നമ്മൾ ഒരുപാട് ചോക്ലേറ്റും ഒരുപാട് ജങ്ക് ഫുഡും വാങ്ങിക്കൊടുക്കാതിരിക്കുക, ഹെൽത്തിനെ നല്ലോണം ബാധിക്കും. അതുകൊണ്ട് എല്ലാവരും ലിമിറ്റിട്ടൊക്കെ വാങ്ങിക്കൊടുക്കുക, അതേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ എന്തായാലും ഈ ചാനലിൽ ഒരു വീഡിയോ ക്ലിപ്പ് ഞാനൊന്ന് കൊടുക്കാം. ഈ 3 ബാഗ്സാണ് വാങ്ങിയത്. ആ ബാഗിൻ്റെ ഉള്ളിൽ ബാഗുകളാട്ടോ. കാരണം നമ്മളിത് 1 ഇയർ ഒരു 1 ഇയറിന് വേണ്ടിയിട്ടുള്ളൊരു അൺബോക്സിങ് ആണ്. അപ്പോൾ
ടീക്കുട്ടിയുടെ ഫൈനൽ സ്കൂൾ. ടീക്കുട്ടിക്ക് എവിടെ നിന്ന് എടുത്താലും ശരിയാവില്ല ഗൈസ്, അവൾക്ക് ജുമാട്ടിൽ എടുത്താൽ മാത്രമേ ശരിയാവൂ. സോ ഫസ്റ്റ് നമുക്കിതിനൊക്കെ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് പ്രൈസ് ഉണ്ട് കേട്ടോ. ഈ ബാഗ്സിനെല്ലാം 3 സംതിങ് വരുന്ന സംഭവം 1899 രൂപയാണ് ജീനിയുടെ ബാഗ്സ് വരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ടീക്കുട്ടിയുടെ ബാഗാണ്. ഒരു മിനിറ്റ് വന്നാ ഓക്കെ, ഈ ഒരു ബാഗായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനുള്ളിൽ എന്തൊക്കെ സാധനങ്ങൾ? ഓക്കെ, നല്ല കുട്ടിന് ഓൾറെഡി ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ബാഗാണ്, കാരണം നമുക്ക് എന്തായാലും ആവശ്യം വരും കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് പുറത്തോട്ടിടാം. എല്ലാ സാധനവും കറക്റ്റ് ഓർഗനൈസ് ചെയ്ത് വെച്ച് തരും. അതാണ് എജുമാട്ടിന്റെ എപ്പോഴും ഒരു സ്പെയർ ബാഗ്. ഈ ഒരു കുഞ്ഞു ബാഗ് ടീക്കുട്ടി സ്പെയർ ആയിട്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇല്ല നമുക്ക് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞാൽ നിമിഷം ഇവിടുന്ന് പാലക്കാട് പെട്ടെന്ന് പോകാൻ പറ്റില്ല. ഇപ്പൊ ബാഗിന്റെ സെക്ഷൻ എല്ലാം ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. 1 2 3 3 ബാഗ്സ്. ഇനി അടുത്തത് ലഞ്ച് കിറ്റ്സ് പരിചയപ്പെടുത്തി തരാം. ഇത് ടീയക്കൂട്ടിയുടെ ലഞ്ച് കിറ്റ്, ദെൻ ഇത് അദ്വിക്കുട്ടന്റെ ലഞ്ച് കിറ്റ്. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് തുടങ്ങാം. അപ്പൊ നിങ്ങൾക്ക് എവിടെ ഉണ്ടായിരുന്നു? ഒരു കൊച്ചിന് ഇത്രയും ബാഗ് വേണോ, അല്ലെങ്കിൽ 2 പിള്ളേർക്കൊക്കെ ഇത്രയും ബാഗും ഇത്രയും ലഞ്ച് കിറ്റും ഒക്കെ വേണോ എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. അപ്പൊ പറയും അവരുടെ പൈസ ഉണ്ട്, അവർക്ക് ഇഷ്ടമുള്ള വാങ്ങും, നിനക്കെന്താടാ കുത്തിത്തിരിപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ചോദിക്കും. ഞാനൊരു കാര്യം പറയാം, ഇവരുടെ വീഡിയോസ് കാണുന്നത് ഒരുപാട് കുട്ടി പിള്ളേരാണ്. ഈ പിള്ളേർ ഇതൊക്കെ കാണുന്ന സമയത്ത് അവരും ഇതുപോലെ ആഗ്രഹിക്കും, വീടുകളിൽ വാശി പിടിക്കാൻ തുടങ്ങും. അല്ലേ, അവർക്ക് അങ്ങനെ ഉണ്ടല്ലോ നമുക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കാൻ തുടങ്ങും. അങ്ങനെ മാതാപിതാക്കൾക്ക് എല്ലാവർക്കും ഇത് വാങ്ങിക്കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവണമെന്നില്ല. ബേസിക്കലി ഇവരുടെ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് പ്രൊമോഷൻ ആണെന്ന് തോന്നുന്നു. അതിൻ്റെ പേരിൽ കുറേ ബാഗുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എടുത്തിട്ട് ഇങ്ങനെ വീഡിയോസ് കാണിക്കുന്ന സമയത്ത് ഒരുപാട് പിള്ളേരെ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്നത്തെ കാലത്ത് പിള്ളേർ യൂട്യൂബ് അതും ഇതൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഞാൻ അതുകൊണ്ടാണ് ഈ മെമ്പർഷിപ്പ് അപരാധങ്ങളൊന്നും കാട്ടി കൂട്ടരുതെന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇതുപോലെ പിള്ളേർ ഇതുപോലെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ വീടുകളിൽ വാശി പിടിക്കും. നെഗറ്റീവായിട്ടുള്ള വൃത്തികെട്ട വീഡിയോകൾ കാണുമ്പോൾ അത് അവരുടെ മനസ്സിൽ കയറി അവരെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ടാണ് അമ്മാതിരി അപരാധങ്ങൾ കാണിക്കരുതെന്ന് പറഞ്ഞു ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വല്ല സൈറ്റുകളിലും പോകാൻ പറയുന്നത്. ഓക്കെ, അതല്ല ഇവിടുത്തെ ടോപ്പിക്. ഈ ടോപ്പിക്കാണ് ഇപ്പോഴത്തെ ടോപ്പിക്. അപ്പോൾ ഇവിടെ ഈ പിള്ളേർക്ക് ലാവിഷായിട്ട് ചോക്ലേറ്റ്സ് ആയാലും അവരാഗ്രഹിക്കുന്ന എല്ലാം അവർക്ക് കിട്ടുന്നുണ്ട്. എല്ലാം ഭയങ്കര ലാവിഷായിട്ടുള്ള ലൈഫാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ഇവരുടെ വീഡിയോസ് കാണുന്ന പിള്ളേർക്കും അതുപോലെയൊക്കെ ആകണം എന്നൊക്കെ ആഗ്രഹം തോന്നും. പിന്നെ പിള്ളേർക്ക് വീട്ടിലത്തെ സാഹചര്യം ചിലപ്പോൾ അറിയണമെന്നൊന്നുമില്ല. വീട്ടിൽ പൈസ ഉണ്ടോ ഇല്ലേ എന്നൊന്നും അറിയാൻ ഉള്ള വകുപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പിള്ളേർ ഇതൊക്കെ കണ്ടുകൊണ്ട് അവരെ വീടുകളിലും കിടന്ന് വാശി പിടിക്കും. അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. എന്നാലും ഒരു ലേഡി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇവരുടെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് അവരുടെ വീട്ടിലെ മക്കൾ സംസാരിക്കുന്നത് അങ്ങനെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കൊടുക്കാം. കുട്ടി എന്തോ ഒരു വ്ളോഗ് കണ്ടിട്ട് അവിടുന്ന് എന്തോ സാധനം വേണമെന്ന് പറഞ്ഞിട്ട് വന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്കതൊന്നും മേടിച്ചു കൊടുക്കാനുള്ള അവരെ പോലെ റിച്ചും അല്ല. നമ്മള് റിച്ച് ആണെങ്കിൽ തന്നെ നമ്മളത് മേടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുമില്ല. മനസ്സിലായില്ലേ? അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കുട്ടികളുടെ എന്താ പറയുക മാനസികാരോഗ്യത്തിനെ തന്നെ തളർത്തുന്ന രീതിയിലാണ് ഇവരുടെ ഓരോ വീഡിയോസും വ്ളോഗ്സും. ഇത് ഒരു മനുഷ്യനും ഇതുവരെ യൂട്യൂബില് പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്യില്ല. ഇങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെയാണ് മുമ്പിലേക്ക് കൊണ്ടുവരേണ്ടത്. അതായത് സാധാരണക്കാരായ കുഞ്ഞു മക്കള് ഇന്ന് ആരാണെങ്കിലും എല്ലാവർക്കും വീട്ടിൽ അച്ഛൻ്റെയോ അമ്മയുടെ കയ്യിലോ ഒരു എന്ത് ഒരു കൂലിപ്പണിക്ക് പോണ ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും വീഡിയോ കാണാൻ ഇൻട്രസ്റ്റാ, കുഞ്ഞു മക്കളുടെ അല്ലേ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഈ കാണുന്നത് കുഞ്ഞു മക്കൾ കാണുന്നത് ടീയക്കുട്ടി പറഞ്ഞ് കാണുക. ഈ ടീയക്കുട്ടിയുടെ വീഡിയോയിൽ എന്താ കാണുന്നത്? ഇങ്ങനെ സ്വപ്നതുല്യമായ കുറേ സാധനങ്ങൾ കണ്ട് ഈ പൊന്നു മക്കൾ ഇത് കണ്ട് കൊതിക്കുകയാണ് ചെയ്യണത്. അതിപ്പോ എനിക്കിപ്പോ എവിടെയെങ്കിലും വന്ന് ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് പറയണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ആർക്കും അത് റീച്ച് കിട്ടില്ല. ആ ചാനലിനെ കുറിച്ചിട്ടേ ഒന്ന് നന്നായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ചാനൽ മനസ്സിലായിട്ട് എന്താ പറ്റെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാലേ ഇവര് വീഡിയോ ചെയ്തോട്ടെ, വീഡിയോ ചെയ്യണോണ്ട് നമുക്ക് ആർക്കും കുഴപ്പമില്ല. നമ്മൾ എൻജോയ് ചെയ്യും. ഇപ്പൊ ഈവൻ നമ്മളെല്ലാവരും എല്ലാ വീഡിയോസും കാണുന്നതാണ്. എല്ലാത്തരം വീഡിയോസും നമുക്ക് താല്പര്യമുള്ള പലതും ഉണ്ടാവില്ലേ. ഇപ്പൊ എനിക്കിഷ്ടമുള്ള വീഡിയോസ് മാത്രമല്ലല്ലോ യൂട്യൂബിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ഫർദർ ഫേസ്ബുക്കിൽ ഉണ്ടാവുക, അങ്ങനത്തെ ഒന്നും ഇല്ല. എല്ലാവർക്കും അവരവരുടെ കോണ്ടന്റ് എന്തായാലും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓരോന്ന് ചെയ്യും. അതൊന്നും നമുക്ക് എവിടെയും പിടിച്ചെടുക്കാനോ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കുഞ്ഞു മക്കളുടെ
ആഗ്രഹങ്ങളെയാണ് കൂട്ടുന്നത്. അത് വേറെ ആരുമില്ല. എനിക്ക് എൻ്റെ മകള് 7 വയസ്സായ മകൾക്ക് എനിക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റില്ല. ഈ സ്ത്രീ മേടിച്ചു കൊടുക്കുന്ന സാധനങ്ങളോ ഇവരെ ഫാമിലിയിൽ മേടിച്ചു കൊടുക്കുന്ന ഇതൊക്കെ ഇവർക്ക് പ്രൊമോഷനായിട്ട് കിട്ടുന്ന പല സംഭവങ്ങളും ഉണ്ടാവും. പ്രൊമോഷൻ വീഡിയോസ് ആയിരിക്കാം ഒരു പക്ഷേ, എല്ലാം പ്രൊമോഷൻ വീഡിയോസ് ആയിരിക്കാം. ഇതൊന്നും സാധ്യമല്ല. കുഞ്ഞു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 7 വയസ്സായ എൻ്റെ മോളുടെ മൈൻഡിൽ ആ കുട്ടി രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് അവൾ ഈ ഫോൺ വെച്ചിട്ട് എന്തെങ്കിലും വീഡിയോസ് കുറച്ചു നേരം കാണും. ആ സമയത്ത് ഇവള് കാണുന്ന വീഡിയോസ് ഫുള്ള് ഈ ടിയ ആ ചലയ്ക്കുന്നതാണ് ഇവിടെ എല്ലാ സമയത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവരോട് നമുക്ക് നമ്മൾ ആരും ഒന്നുമല്ല കേട്ടോ, നമ്മള് പേഴ്സണലി ഇവരെ കുറിച്ച് ഒന്നുമല്ല, നമ്മൾ സാധാരണ നോർമൽ ഹ്യൂമൻ ബീങ്സ് ആണ്. നമുക്ക് ഇവരെ കുറിച്ചോ നമുക്കൊന്നും അറിയില്ല. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഇപ്പം ബേസിക്കലി നമുക്ക് ആർക്കും അവരെ തടയാനുള്ള ഒരു റൈറ്റ്സും ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് സ്വന്തമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ വീഡിയോസ് ഒഴിവാക്കുക. പ്രത്യേകിച്ച് നിങ്ങളെയൊക്കെ വീഡിയോസ് കാണുന്ന ഒരുപാട് കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾ ഇതുപോലെ ആഗ്രഹിക്കും, ഇതുപോലത്തെ ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കും. പക്ഷെ അവർക്ക് അറിയത്തില്ലല്ലോ. അപ്പം അവർ ചിന്തിക്കുന്നത് ടീയക്കുട്ടി ഇങ്ങനെയാണ്, അപ്പോൾ ടീയക്കുട്ടിയെ പോലെ നമുക്കും ആകണം എന്ന് ചിന്തിക്കും. ഓക്കെ, അതുകൊണ്ട് അത് അത്ര ശരിയല്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനെ വീഡിയോ ഇടുന്നത് നിർത്തണമെന്നോ തടയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. പക്ഷെ നിങ്ങൾ സ്വയമേ ഒന്ന് മനസ്സിലാക്കി മറ്റുള്ള കുട്ടികളുടെ മാനസികാവസ്ഥയും കൂടി ഒന്ന് കൺസിഡർ ചെയ്തിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. കാരണം നിങ്ങളുടെയൊക്കെ വീഡിയോസ് കണ്ട് ഒരുപാട് പിള്ളേർ, ഒരുപാട് കുട്ടികൾ ഈ ഒരു മൈൻഡിൽ പോകുന്നുണ്ട്. അതത്ര നല്ല കാര്യമല്ല. ഓക്കെ, അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് തുടർന്നൊക്കെ ഇവരും. എനിക്കത് കേട്ടപ്പോൾ എന്തോ പോലെ തോന്നി. കാരണം ആ കൂടെ ഇരുന്ന് കുട്ടി അടക്കം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നല്ലൊരു കാര്യമല്ല. നല്ലൊരു കാര്യമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പിള്ളേർ ഇത് കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആവുന്നതെന്നല്ല, വീടുകളിൽ വഴക്കുണ്ടാക്കാനുള്ള പോസിബിലിറ്റീസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇത്തരം വീഡിയോസ് ഇടാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ചോക്ലേറ്റ്സും ജങ്ക് ഫുഡുകളും ഒക്കെ പിള്ളേർക്ക് മേടിച്ചു കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. കാരണം കുട്ടികളുടെ വളരുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ ഫുഡുകൾ വാരി കൊടുത്തു കഴിഞ്ഞാൽ ഹെൽത്തിനൊക്കെ ഒരുപാട് ബാധിക്കും, ആയുസ് വരെ കുറയും. അതുകൊണ്ട് അങ്ങനത്തെ പരിപാടി കാണിക്കാതിരിക്കുക. ഓക്കെ, ഞാൻ എന്തായാലും തുടർന്ന് ഇവരുടെ ഒരു വീഡിയോ കൊടുക്കാം. ഫസ്റ്റ് പർച്ചേസ് ചെയ്യാൻ പോകുന്നത് എന്നും നമ്മുടെ എജുമാർട്ടിൽ ബാഗ്സ് തന്നെയാണ് പർച്ചേസ് ചെയ്യുക. ടീക്കുട്ടിക്ക് എവിടെ പർച്ചേസ് ചെയ്താലും അത് ശരിയാവില്ല. ബിക്കോസ് എജുമാർട്ടിൽ പർച്ചേസ് ചെയ്താൽ മാത്രമേ ടീക്കുട്ടിക്ക് ബാഗ് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ അല്ലേ ടിയ? ഓക്കെ ഫൈൻ. അദ്വിക്കിന് ബാഗ് ഓൾറെഡി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ടീക്കുട്ടിയുടെ കുറേ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അത് മാത്രമല്ല കുറേ ഓഫേഴ്സ് വരുന്നുണ്ട് കേട്ടോ. സമൻ വിത്ത് ഇൻട്രസ്റ്റിംഗ് നെയിം കേട്ടോ. ഇത് കുഞ്ഞ് നമ്മുടെ കുട്ടി സബ്സ്ക്രൈബറാണ്. എനിക്ക് തോന്നുന്നു ഒരു 2 ഇയേഴ്സോളം നമ്മളെ കാണാൻ കൊതിച്ച് നിന്നൊരു കുഞ്ഞുവാവയാട്ടോ. അത് എത്രയല്ലേ പഠിക്കുന്നേ? ഗ്രേറ്റ്. ഒരു ഷേക്കൻ്റെ കൊടുക്കണ ടിയ. ടീക്കുട്ടിക്ക് ഒരു കുട്ടി ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. വർക്ക് ഒരു മിനിറ്റ്. ഫാൻ എടുത്തിട്ട് ഗൈസ് നന്നായിട്ട് ഈയുടെ ഹെയറിൽ ഇങ്ങനെ പിടിച്ചാക്കി. ഇപ്പോൾ ഒരു ഫൈറ്റിങ് കഴിയേണ്ടതായിരുന്നു. ഇത് പിടിച്ചു. ഓക്കെ, മലേഷ്യയിൽ നിന്ന് ഏതാ കണ്ടേ? യെസ്, നമ്മളിത് വാങ്ങി റോണലിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യക്കുട്ടൻ്റെ ഫ്രണ്ടിന്. ഇതെല്ലാം നമ്മൾ മലേഷ്യയിൽ നിന്ന് കണ്ട സാധനങ്ങളാട്ടോ. ദിസ് വൺ, ഇതൊന്ന് ഓപ്പൺ ചെയ്തേ. എല്ലാം ഇവിടെയൊക്കെ കൊറിയൻ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഇതെങ്ങനെ സ്പെഷ്യാലിറ്റി കൂടി ഉണ്ടായിരുന്നില്ലേ മാഡം? എല്ലാ മന്തും ഇവിടെ ഒരു എഡ്യൂക്കേറ്റ് ക്ലബ്ബ് എന്ന് പറഞ്ഞ കുട്ടികളുടെ ക്ലബ്ബ് ഉണ്ട്. എല്ലാ മാസവും എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള വർക്ക്ഷോപ്പ് ഉണ്ടാവും. ഓക്കെ, ലാസ്റ്റ് മന്ത് ഏപ്രിലിൽ നമ്മളൊരു 1 വീക്ക് ആർട്ട് തെറപ്പി. നമ്മളിനി ബില്ല് എടുക്കും കേട്ടോ. എന്തൊക്കെ സാധനങ്ങൾ എടുത്തു വെച്ചു നമുക്ക് ഇങ്ങനെ നോക്കാം. ഇതിൻ്റെ അൺബോക്സിങ് എന്തായാലും ഉണ്ടാവില്ല അല്ലേ ടിയ? ഇത് ഓൾറെഡി എല്ലാം അറിഞ്ഞതല്ലേ. ഓക്കെ, ഇതൊരു സാധനം. ന്യൂട്ടെല്ലാം എനിക്കൊന്ന് അൺബോക്സ് ചെയ്യണം. മെല്ലെ. അത് ഓഫീസിലേക്ക് വാങ്ങിയ സംഭവം. ഒരു അദ്ദിക്കുട്ടൻ എന്തൊക്കെ സാധനങ്ങളോ എടുത്തിടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ബില്ലിംഗ് സെക്ഷനാണിത്. നമുക്ക് ക്യൂട്ടായിട്ടുള്ള 2 മാഷ്മെല്ലോ എടുത്തിട്ട് ഏതാ? അയ്യോ, ഇത് നോക്കിയേ ഗൈസ്, ക്യൂട്ടായിട്ടുള്ള ഒരു മാഷ്മെല്ലോ. നിങ്ങളിത് എടുത്തോ? ബില്ലിടുന്ന സമയത്താണ് ഇവിടെ വേറെ എന്തോ ഒരു സാധനം. ഇവിടെ അധികം ഓടിട്ടോ. അധികം എവിടെ നിന്നറിയോ? മാഷ്മെല്ലോ എടുത്തിടാം. മമ്മയ്ക്ക് ഒരെണ്ണം എടുക്കടാ. മമ്മയ്ക്ക് ഒരെണ്ണം പ്ലീസ്. ഗൈസ്, ഇവിടെ ക്യൂട്ടി മാഷ്മെല്ലോസ് ഉണ്ട് കേട്ടോ. മമ്മയ്ക്ക് ബിഗ്. എന്ത് ക്യൂട്ടാ.
എന്തായാലും തായോ ഗൈസ്. അങ്ങനെ ബില്ല് ഇട്ടിട്ട് സെറ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇടാം. ഫൈനലി നമ്മളെല്ലാ സാധനങ്ങളും എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ബില്ലിങ്ങിലോട്ട് പോവാം. പാക്കിംഗ് ഓക്കെ. സ്നാക്സ് പാക്കിംഗ് ഓക്കെ. എത്ര ബില്ല് ചെയ്യാം? എത്ര ബില്ല് കമൻറ്റ്. ചിക്കു ആണ് കറക്റ്റ് പറയാം. എക്സാക്റ്റ് എമൗണ്ട് എത്ര ചിക്കു? എത്ര ഉണ്ടാവും? ഞാൻ പറഞ്ഞു 8. ആ നോക്കാം. ടീയുടെ ഫൈനൽ എത്ര ആവും? നീ ഇനി എത്രയോ എടുക്കാനുണ്ട്? ഓക്കെ, ഞാൻ പറഞ്ഞു 8. ഓക്കെ, നമുക്ക് നോക്കാം. മമ്മനെ പറ്റിച്ചാണല്ലേ. ഓക്കെ, ഇപ്പം എത്ര വന്നു? 5969 ഗൈസ്. അപ്പം മമ്മ പറഞ്ഞ തെറ്റ്. മമ്മ 8000 എന്ന് പറഞ്ഞാണ്, പക്ഷേ 6168. അതിപ്പോൾ നീ പറയണോ? ഓക്കെ, സോ ഗൈസ് 400 അല്ല 6400. ഇപ്പോൾ 600 379. ഓക്കെ, 6000. ഓക്കെ, മതി. ശരി. ചെരുപ്പ് ഒരു പുതിയതൊരെണ്ണം എടുക്കാൻ നോക്കണം. അതിക്കൂട്ടിന് ഏതെടുത്തേ? അയ്യോ, അതിക്കൂട്ടിന് വലുതാണ് പിന്നെ. അത് ടീ എടുത്തേ? ടീക്കും വലുതാ അല്ലേ? അയ്യോ, അത് ഇത്ര വലുതാ. ചെരുപ്പ് ഒരു പുതിയതൊരെണ്ണം എടുക്കാൻ നോക്കണം. അത് എന്തോന്നടേ, നിങ്ങൾ കട വല്ലതും തുടങ്ങാൻ പോണേ? എനിക്കറിയാത്തോണ്ട് ഞാൻ ചോദിച്ചതാണ് കേട്ടാ. ഇതെന്തുവാ പിള്ളേർക്ക് വാങ്ങി കൊടുക്കുന്നേ? ഇതൊക്കെ കാണുമ്പോൾ ബാക്കിയുള്ള പിള്ളേർ, പ്രത്യേകിച്ച് നിങ്ങളുടെ ഓഡിയൻസും കുട്ടികളാണ്. അവിടെ ഒരു കുട്ടി വരുന്നു, അതും നിങ്ങൾ കണ്ടതാണ്. അത് കാണുന്ന സമയത്ത് ഈ കുട്ടികൾ ഇതുപോലെയൊക്കെ ആഗ്രഹിക്കും. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ വീട്ടിൽ കിടന്ന് അടിയും വഴക്കുണ്ടാവും. ഈ കുട്ടിയുടെ വീട് കണ്ടോ, നമുക്ക് ഇതുപോലത്തെ അച്ഛനും അമ്മയും വേണം എന്നൊക്കെ പറഞ്ഞാൽ പടി കൂടും. അതൊക്കെ ഇരിക്കട്ടെ, നിങ്ങളുടെ മക്കൾക്ക് ഇത്രയും ഇങ്ങനത്തെ ജങ്ക് ഫുഡുകളും കാര്യങ്ങളാണ് മേടിച്ചു കൊടുക്കുന്നത്. ചോക്ലേറ്റ്, അതും ഇതും, ചപ്പ് ചോറ്, ബിസ്ക്കറ്റ്, അത് ഇത്, കുർക്കുറി. ഇതൊക്കെ എന്തുവാടാ? കുർക്കുറിയൊക്കെ ഞാൻ കഴിക്കുന്നവനാ, ഇല്ലെന്ന് പറയില്ല. ഞാൻ ചോക്ലേറ്റ് കഴിക്കുന്നവനാ. പക്ഷേ ഇതെന്തുവാ? നിങ്ങൾ കട വല്ലതും തുടങ്ങാൻ പ്ലാനുണ്ടോ? അല്ലെങ്കിൽ ഓൾറെഡി കട എന്തെങ്കിലും ഉണ്ടോ? എനിക്കറിയത്തില്ല. ചവറ് കണക്കിനല്ലേ വാങ്ങി കൂട്ടുന്നേ. എന്നിട്ട് അവിടെ നിന്ന് 8000 5000 6000 അങ്ങോട്ട് മത്സരം വെച്ച് കളിക്കുകയാണ്. ഓക്കെ, എന്തോന്നാണ് കണ്ടപ്പോൾ തന്നെ ഞാൻ അന്തിച്ചു പോയി. ഇങ്ങനെയൊന്നും പിള്ളേർക്ക് വാങ്ങി കൊടുക്കില്ല. നിങ്ങളുടെ മക്കളാണ്. ഓക്കെ, അതെങ്കിലും ഒരു ഇത് വേണം. നിങ്ങളുടെ മക്കൾക്ക് ഇങ്ങനെയൊന്നും വാങ്ങി കൊടുക്കരുത്. മക്കൾ വഴിതെറ്റോന്നല്ല, മക്കളുടെ ആയുസിനെ ബാധിക്കും ഇത്. ഇങ്ങനെ ഇത്രയും ജങ്ക് ഫുഡുകൾ വാങ്ങി മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി പോയി തിന്നു കഴിഞ്ഞാൽ പിള്ളേർ അവസാനം ചോദിക്കും. എല്ലാം എന്തായാലും ഇത്രയും വാങ്ങിയ സ്ഥിതിക്ക് പിള്ളേർ അതൊക്കെ തന്നെ ആയിരിക്കും തിന്നിരിക്കുന്നത് വീട്ടിൽ. ഓക്കെ, ഇതിന് കണക്കൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. പിള്ളേർക്ക് ഈ പറയുന്ന പോലെ വലിയ ആർത്തിയില്ല. ഈ രണ്ട് പിള്ളേർക്കും ഇതിനോട് വലിയ ആർത്തിയൊന്നുമില്ല. അതിൻ്റെ റീസൺ പിള്ളേർ തിന്ന് മടുത്ത് തിന്ന് ഓൾറെഡി ഒരുപാട് തിന്നുന്നുണ്ട്. അത് നല്ലതല്ല പിള്ളേരുടെ ഹെൽത്തിന്. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് കാശും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും, പക്ഷെ വോട്ട് എവർ ഇറ്റ് ഈസ് അത് പിള്ളേരെ നല്ലവണ്ണം ബാധിക്കും ഹെൽത്തിന്. ഇനി ഇതൊക്കെ കാണുന്ന ബാക്കിയുള്ള കൊച്ചു പിള്ളേർ ഈ ടീയക്കുട്ടിയുടെ അച്ഛനെയും അമ്മയും പോലത്തെ അമ്മയും അച്ഛനെയൊക്കെ വേണമെന്നൊക്കെ പറയും വീട്ടിൽ. സ്വന്തം അച്ഛനും അമ്മയ്ക്ക് വില പോലും കിട്ടത്തില്ല. എല്ലാ മാതാപിതാക്കൾക്കും ഇതുപോലെ വാങ്ങിക്കൊടുക്കാൻ പറ്റത്തില്ല. ദയവ് ഇത് ഇത്തരം വീഡിയോസ് നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാനേ നമുക്ക് പറ്റത്തുള്ളൂ. നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനത്തെ വീഡിയോസ് ഇടണം, എന്ത് വീഡിയോസ് ഇടണം. ഇതിൻ്റെ പേരിൽ നിങ്ങൾക്കെതിരെ കേസൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങളുടെ അടുത്ത് അങ്ങോട്ടുള്ള റിക്വസ്റ്റ് ആണ്, ഇതുപോലത്തെ വീഡിയോസ് ദയവ് ചെയ്തിട്ട് ഒഴിവാക്കുക. അത്രേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. ഒഴിവാക്കുക. വളരെ വളരെ അധികം മോശമായിട്ട് കുട്ടികളെ ഇത് ബാധിക്കും. കാരണം നിങ്ങളുടെ വീഡിയോസ് കാണുന്ന കുട്ടികൾ ഇതുപോലെയൊക്കെ ആഗ്രഹിക്കും, വീടുകളിൽ വഴക്കുണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കും. ഓൾറെഡി ഓരോ പാരൻസ് ഇങ്ങനെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ലവണ്ണം ബാധിക്കുന്നൊരു കേസാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവരുടെ ചാനലും ഈ സംഭവമൊക്കെ കാണുന്നത്. ഞാൻ ഇങ്ങനത്തെ കിഡ്സിൻ്റെ ഐറ്റംസ് ഒന്നും കാണാത്തതുകൊണ്ട് തന്നെ ഞാനിതൊന്നും കണ്ടിട്ടില്ല. ഓക്കെ, ദയവ് ചെയ്തിട്ട് ഇത്തരം വീഡിയോസ് നിങ്ങൾ ഒഴിവാക്കുക. ഇറ്റ്സ് എ ബിഗ് റിക്വസ്റ്റ് ആണ്. കാരണം ഇത് ഒഴിവാക്കില്ലെന്നൊന്നും നിങ്ങൾ ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനത്തെ വീഡിയോസ് ഇടാതിരിക്കുക. ഓക്കെ, കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. എന്തായാലും ഏതെങ്കിലും പാരൻസിന് ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ ഇടണം. ബൈ.